എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. രാത്രി അരി കുതിർത്ത് രാവിലെ അരി ആട്ടി അന്നേരം തന്നെ അപ്പം ചുടുന്ന റെസിപ്പിയാണ് പറയുന്നത്. 2 കപ്പ് അരി എടുത്ത് കഴുകി എടുക്കുക. അതിലേക്ക് 1 പിടി ഉഴുന്ന് അതും കഴുകി കുതിരാനെടുക്കുന്ന ആ വെള്ളത്തിൽ തന്നെ ഇടണം. അതിൽ തന്നെ തേങ്ങ, 1 കപ്പ് ചോറ്, 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ്, പിന്നെ തേങ്ങ അത് ആവശ്യാനുസരണം തേങ്ങ ചേർക്കുക. 1/2 കപ്പ് തേങ്ങ ചേർക്കുക, 1 കപ്പ് തേങ്ങ ചേർക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്ത് അതിലോട്ട് ഇച്ചിരി ഈസ്റ്റും 1/4 സ്പൂൺ സോഡാപ്പൊടി, 2 സ്പൂൺ പഞ്ചസാര അത് വെള്ളത്തിൽ കലക്കി അതിലൊഴിച്ച് 1 കപ്പ് വെള്ളവും കൂടെ അതിനോട് അഡീഷണൽ ചേർത്ത് അരി കുതിരാനായിട്ട് വെക്കണം. രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഇത്രയും അരി ചെയ്ത് ചോറും തേങ്ങായും എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് അരയ്ക്കാനുള്ള വെള്ളം അതിലൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ട് ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ ആട്ടാനായിട്ട് എടുക്കുന്നതാണ്. പിറ്റേന്ന് രാവിലെ അരി ആട്ടാൻ അത് അരിയും കുതിർന്ന് എല്ലാം ചോറും ഒക്കെ കുതിർന്ന് കിടക്കുക. അന്നേരം അതിൽ നിന്ന് എടുത്ത് ഇനി ആട്ടിയെടുക്കണം. ഇതൊന്ന് ആട്ടിയെടുക്കുക. അങ്ങനെ 1 ട്രിപ്പ് അരച്ചെടുത്ത് ഈ സെക്കൻഡ് ട്രിപ്പും അതുപോലെ അരച്ച് ഇതുപോലെ എടുക്കണം. ആ കുതിരാൻ വെക്കുന്ന ആ വെള്ളം തന്നെ വേണം ഒഴിച്ച് വേണം ഇത് അരയ്ക്കാനും അരി അരയ്ക്കാനും. സെക്കൻഡ് ട്രിപ്പും അരി അരച്ച് ഇതിലോട്ട് 1/4 സ്പൂൺ സോഡാപ്പൊടി, അത് അരി കുതിരാൻ നേരത്തും നമ്മൾ 1/4 സ്പൂൺ സോഡാപ്പൊടി ഇട്ടായിരുന്നു. രാവിലെയും അരി ആട്ടിക്കഴിഞ്ഞും 1/4 സ്പൂൺ സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് അന്നേരം തന്നെ 10 മിനിറ്റ് തന്നെ. അതിനല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അത് കറി ആകുമ്പോഴത്തേക്കിനും വന്ന് അപ്പം ചുട്ടെടുക്കാനും പറ്റും. മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇതിനിപ്പം ഞാനിത് ചുടാൻ ഇപ്പം എടുക്കുകയും ചെയ്യും. അന്നേരം തന്നെ നമുക്കത് ചുട്ടെടുക്കാനും പറ്റും. അല്ലാതെ തലേന്ന് അരി ഇട്ട് കുതിർത്ത് അന്നേരം ആട്ടിയൊന്നും വെക്കുകയും അങ്ങനെ വേണ്ട. രാത്രി കിടക്കാൻ നേരത്തെ അരി ഇടാൻ ഇപ്പം അന്നേരം തന്നെ ചുടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പവും കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്.